നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് കലയരങ്ങൻ്റെ ദിവസത്തിൽ ഞാനൊരു കവിതയാണ് അവതരിപ്പിക്കുന്നത്. ഈ കവിതയ്ക്കുണ്ടൊരു കഥ. ആദ്യം ഞാൻ കവിതയുടെ കണ്ടൻസ്, കഥ എന്താണെന്ന് പറയാം. പണ്ട് കുബേരൻ എന്ന് പറയുന്നൊരു ദേവനുണ്ടല്ലോ, ധനത്തിൻ്റെ ദേവൻ. അദ്ദേഹത്തിൻ്റെ വൈശ്രവണൻ എന്നും കൂടി ഉണ്ട് കേട്ടോ പേര്. എന്നാൽ അദ്ദേഹത്തെ കുബേരൻ എന്ന പേരിലാണ് അറിയപ്പെടുക. അദ്ദേഹത്തിൻ്റെ പുത്രന്മാരാണ് നളകൂബരന്മാർ. അവർ രണ്ടുപേരും കൂടെ കൈലാസത്തിൻ്റെ താഴ്വരയിൽ നഗ്നരായിട്ട് കുളിക്കുകയായിരുന്നു. ആ സമയത്ത് നാരദ മഹർഷി അവിടെ വന്ന് ഇതൊന്നും പാടില്ല, നഗ്നരായിട്ടൊന്നും കുളിക്കാൻ പാടില്ല എന്ന് ഉപദേശിച്ചു. പിന്നെ ഒരാൾ വന്നേക്കണം ഞങ്ങൾ ഉപദേശിക്കാൻ. ഞങ്ങൾ ആരാന്നറിയാമോ? ഞങ്ങൾ കുബേരപുത്രന്മാരായ നളകൂബരനും മണിഗ്രീവനുമാണ്. ഞങ്ങൾ ജ്യേഷ്ഠാഞ്ചന്മാർ രണ്ടുപേരും എന്ന് പറഞ്ഞു. ഓ ശരി ശരി, നിങ്ങൾ കുബേരൻ്റെ മക്കളായാലും ആരായാലും ഞാൻ നിങ്ങളെ ശപിക്കുകയാണ്. എന്ത്? 2 മരുതുമരങ്ങളായി മാറട്ടെ എന്ന് പറഞ്ഞ്. അങ്ങനെ നാരദൻ്റെ ശാപം കൊണ്ട് നളകൂബരനും മണിഗ്രീവനും അമ്പാടിയിൽ 2 മരുതുമരങ്ങളായിട്ട് അങ്ങനെ വളർന്നു. അമ്പാടിയിലല്ലേ നമ്മുടെ കണ്ണനും വളർന്നേ. അങ്ങനെ ഇരിക്കുമ്പോൾ ബാല്യകാല ലീലകൾ. അപ്പം നാരദൻ്റെ അടുത്ത് ഇവർ പിന്നെ കെഞ്ചിത്ത് ശാപമോക്ഷം അപേക്ഷിച്ചു. ശാപമോക്ഷം കിട്ടണമല്ലോ, ഞങ്ങൾ മരുതുമരങ്ങളായി എത്ര കാലം കാറ്റും മഴയും വെയിലും കൊണ്ട് നിൽക്കണം എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ആ ഒരു കാലത്ത് അമ്പാടിയിൽ ഉണ്ണിക്കണ്ണൻ മഹാവിഷ്ണു കൃഷ്ണനായിട്ടുള്ള അവതാരത്തിൻ്റെ അമ്പാടിയിൽ ജീവിക്കും. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്പർശനമേൽക്കുമ്പോൾ നിങ്ങൾക്ക് ശാപമോക്ഷം കിട്ടുന്ന ശാപമോക്ഷം കൊടുത്തു. അങ്ങനെ അമ്പാടിയിൽ ഉണ്ണിക്കണ്ണൻ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം കുസൃതി കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരലുമ പിടിച്ച് കെട്ടിയിട്ടു യശോദാമ്മ പിടിച്ച് കെട്ടിയിട്ടപ്പോൾ വിചാരിച്ച ഈ ഒരല് അനക്കാൻ പറ്റില്ല, ഒരല് കരിയും കല്ലല്ലേ, വയറുമ്മ അങ്ങോട്ട് കെട്ടിയാട്ടു. ആ വയറുമ്മ ദാമം എന്ന് പറഞ്ഞ കയറ്, ദാമോദരം, ഉദരത്തിൽ കയറങ്ങോട്ട് കെട്ടി. എന്നിട്ട് ഒരലും ഒരാറ്റവും കെട്ടി. അപ്പം ഇത് അനക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചു. എപ്പട്ടെ കൃഷ്ണനുണ്ടോ വല്ല ശക്തി കുറവ്? ഒരലും വലിച്ചു കൊണ്ടങ്ങനെ ഓടിപ്പോൾ ഈ 2 വൃക്ഷങ്ങൾ കൂടി നിന്നേക്കണം രക്ഷയ്ക്കാൻ കിട്ടും. വലങ്ങാൻ കയറിയവരില്ല ആ പട്ടാൻ നിൽക്കൂലോ എന്ന് വിചാരിച്ചു. പടം നിൽക്കല്ല ചെയ്തേ. കൃഷ്ണൻ അപ്പുറം കടന്നു, ഇപ്പുറം ഒരല് ഞങ്ങട്ട് വലിച്ചപ്പം മരങ്ങൾ 2 അങ്ങോട്ട് വീണ് കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും ആ വൃക്ഷങ്ങളിൽ നിന്നും സുന്ദരന്മാരായ 2 യുവകോമളന്മാർ, ഒന്ന് നളകൂബരൻ, ഒന്ന് മണിഗ്രീവൻ. അവർക്ക് മോക്ഷം കിട്ടി. കൃഷ്ണൻ്റെ സ്പർശനം കൊണ്ട് മരുത്മരങ്ങളായി നിന്നിരുന്ന നളകൂബരനും മണിഗ്രീവനും മോക്ഷം ലഭിച്ചു. അതോടൊപ്പം കൃഷ്ണനൊരു പേരും കിട്ടി. എന്താ? ദാമം കൊണ്ട് കെട്ടി. എവിടെ? ഉദരത്തിൽ. അന്ന് മുതൽ അമ്പാടിക്കണ്ണൻ ദാമോദരനായി. അതാണ് കഥ, ദാമോദരനായ കഥ. ഈ കഥയെ ആസ്പദമാക്കിക്കൊണ്ട് എൻ്റെ അനുജത്തിയുടെ മകൾ ശ്രീജ വാര്യർ എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടി മാനന്തവാടി രജിസ്റ്റർ ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ട് ക്ലർക്കായിട്ട്. ആ കുട്ടിയുടെ ഹസ്ബൻഡ് വയനാട് തെക്കേടത്ത് വാര്യത്ത് വസന്തകൃഷ്ണനാണ്. 2 കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കണം കേട്ടോ. ആ കുട്ടി എഴുതിയൊരു കവിത ഏതോ ഒരു കാലത്ത് അവൾ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് വായിക്കാനും ഒക്കെ ആയിട്ട് തന്നതാണത്. ഞാൻ എന്തോ തപ്പി പറക്കി ചെന്ന് കഴിഞ്ഞപ്പോൾ ഈയിടെ കവിത എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ വായിച്ചു നോക്കിയതാണ്. അന്ന് എനിക്കിഷ്ടപ്പെട്ട കവിതയാണ്. ഇന്നതിന് എന്തോ ഒരു പുതിയ സൗന്ദര്യം വന്നിരുന്നു. ഞാൻ ആ കവിതയൊന്ന് ഇവിടെ വായിച്ച് അവതരിപ്പിക്കട്ടെ കേട്ടോ. എൻ്റെ അനുജത്തിയുടെ മകൾ ശ്രീജ വാര്യർ, തെക്കേടത്ത് വാര്യം, മാനന്തവാടി. കഴിഞ്ഞ വർഷം വാർഷികത്തിന് അവിടെ പോയിട്ടുള്ളവരൊക്കെ കണ്ടു കാണും. ആ കുട്ടി തിരുവാതിരളിക്കും എല്ലാത്തിനും ആക്റ്റീവായിരുന്നു ആൾ. കൃഷ്ണൻ ദാമോദരനായ കഥ, അതാണ് ഈ കവിതയുടെ പേര്. കോപമേറിടല്ലേ കണ്ണാ ശാന്തനാകു നീ, കോപമേറിടല്ലേ കണ്ണ ശാന്തനാകു നീ, പാൽ കുടിച്ചു കുടമുടച്ചു പാഞ്ഞിടല്ലേ നീ, കുറുമ്പു കാട്ടിടല്ലേ കണ്ണ ശാന്തനാകു നീ, ദാമമതിൽ ബന്ധിക്കുന്നു കള്ളനല്ലേ നീ.
ബന്ധനല്ലമ്മേ ഞാൻ. ഉടനെ പറയാം, ബന്ധനല്ലമ്മേ ഞാൻ ബന്ധനാശനൻ. ബന്ധനം വൃഥാ അമ്മേ ഉണ്ണിയല്ലേ ഞാൻ. ദാമമതും പാശമതും മധ്യമാമുരസ്ഥലവും എന്നോടൊത്തു വന്നിടും കൺ തുറക്കു നീ. പാഞ്ഞുപോയി കണ്ണനത ഉരലുമായി മോദാ. പാഞ്ഞിടുന്നു പ്രജകുലം കുതുകമോടതാ. പാഞ്ഞുപോയി കണ്ണനത ഉരലുമായി മോദാ. പാഞ്ഞിടുന്നു പ്രജകുലം കുതുകമോടതാ. ഇരുമരുതിൻ നടുവിലൂടെ നോഴ്ന്നു പോയതാ. ഇരുമരുതിൻ നടുവിലൂടെ നോഴ്ന്നു പോയതാ. ഉരലു നിന്നു തടസ്സമാകുമെന്നു മോർത്തതാ. ഉരലു നിന്നു തടസ്സമാകുമെന്നു മോർത്തതാ. ശക്തിയോടെ കണ്ണനത ദാമമൊത്തു നീങ്ങവേ. ശക്തിയോടെ കണ്ണനത ദാമമൊത്തു നീങ്ങവേ. ഇരുമരുതും ബന്ധമറ്റു വീണു പോകവേ. ശക്തിയോടെ കണ്ണനത ദാമമൊത്തു നീങ്ങവേ. ഇരുമരുതും ബന്ധമറ്റു വീണു പോകവേ. നാരദന്റെ ശാപമറ്റുയർന്നു നന്ദനദ്വയം. നാരദന്റെ ശാപമറ്റുയർന്നു നന്ദനദ്വയം. കുബേരപുത്രമോചനം ദാമോദരദാനകം. കുബേരപുത്രമോചനം ദാമോദരദാനകം. കൃഷ്ണൻ ദാമോദരനായ കഥ എനിക്ക് തോന്നുന്നു എൻ്റെ കുട്ടി നല്ല വിധത്തിൽ തന്നെ എഴുതി അവതരിപ്പിച്ചിട്ടുണ്ടെന്ന്. ഞാൻ ഈ കവിത യൂട്യൂബൊക്കെ കാണുന്ന കുട്ടിയാണ്, അതുകൊണ്ട് അവളും കേൾക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഈ കവിത കേൾക്കൂ. സന്തോഷത്തോടെ ഞാൻ എൻ്റെ അനിയത്തിയുടെ മകളുടെ ഈ കവിത അവതരിപ്പിക്കുന്നു. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി.